റഷീദ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ആ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവര് 19 വർഷം കൂടെ ഉണ്ടായിരുന്ന പെങ്കൊച്ചിനോട് പറയുന്ന സാധനം ആ പെങ്കൊച്ചിന് വോയിസ് റെക്കോർഡ് എടുത്ത് 6 മാസം പരിചയമുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അത് തെറ്റല്ല. അവൻ എന്തോ ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഇവർക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് പ്രശ്നം. ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, എന്നിട്ട് വീഡിയോ അങ്ങോട്ട് കാണുക. ഉപ്പും മുളകും ലൈറ്റ് ദ ഫാമിലി വ്ളോഗേഴ്സ്. ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ കുടുംബത്തിൽ നിന്ന് റീസെന്റ് ആയിട്ട് ഒളിച്ചോടിപ്പോയ മകൾ നന്ദന ഇന്നലെ വൈകുന്നേരം ഒളിച്ചോടാനുള്ള പ്രോപ്പറായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു വീഡിയോ ഏകദേശം 41 മിനിറ്റോളം ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കാണാതെ പോയ ആളുകളും ഒക്കെ ഉണ്ടാവും. അപ്പം കാണാതെ പോയവർക്കും കണ്ടവർക്കും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒരു വിഷയത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. അതോടൊപ്പം തന്നെ ഈ ഉപ്പും മുളകും ഫാമിലി അതിലെ ആ ഒരു ചേട്ടനോടും ചേച്ചിയോടും എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, പക്ഷെ അവർക്ക് മനസ്സിലാകും. അതും കൂടി എനിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ആ ഒരു ക്ലിപ്പ് ഇന്ന് രാവിലെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി ആ ഒരു ചാനലിൽ നിന്ന് ആ ചേട്ടനും ചേച്ചിയുള്ള ചാനലിൽ ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അതില് അവര് ഇന്നലെ ഈ ഒരു നന്ദു ഒക്കെ ഇട്ട ആ ഒരു വീഡിയോയിൽ നന്ദു ഒക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളെ എതിർത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ സംസാരിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ആ ചേച്ചിയോടും ചേട്ടനോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ അതങ്ങ് ചോദിച്ചു പോകാം. നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് അറിയാവുന്ന വെച്ചിട്ട് ഏകദേശം ഒരു 5ഓളം യൂട്യൂബേഴ്സിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു 3 പേരെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരാണ്. അതിലൊരാൾ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോടൊരു കാര്യം പറഞ്ഞു. വേറൊന്നുമല്ല, എടാ ആദ്യമേ ഈ ഒരു ലേഡി ഉപ്പുമുളകും ലൈറ്റിലെ ചേച്ചി അമ്മ, ആ ഒരു ചേച്ചി അല്ലെങ്കിൽ അമ്മ, അവര് ആദ്യമൊക്കെ യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് ഈ എന്നോട് സംസാരിച്ച വ്യക്തിയോടൊക്കെ കുറെ കാര്യങ്ങൾ അവരുടെ സൈഡിൽ നിന്നുള്ള പറയുമായിരുന്നു. ഇപ്പോ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതായത് അപ്പം നമുക്ക് രണ്ടുപേർക്കും വന്നൊരു ഡൗട്ട്. ആദ്യം നമ്മളെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തപ്പം അത് കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ കോണ്ടാക്ട് ചെയ്തു. ഇവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെല്ലാവരും അവരുടെ സൈഡിലോട്ട്, കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പോലും ഒരു പരിധിക്കുള്ളിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് സങ്കടം തോന്നും. അത് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇനി വേണ്ട, അവരെ നമുക്ക് വെറുതെ വിടണം, അല്ലെങ്കിൽ അവരെ ഇനിയും അവരുടെ നെഞ്ചത്തോട്ട് കയറണം എന്നുള്ളൊരു തോട്ട് വന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് പിന്നെ സംശയങ്ങൾ വരുമ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ആദ്യം നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവർക്കൊന്ന് നിർത്തണമായിരുന്നു. അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നോ അനക്കം. എനിക്ക് അങ്ങനെയാണ് ഇപ്പം ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ എന്താ പറയുക, നമുക്ക് ആരുടെ സൈഡിൽ നിൽക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഈ ആദ്യമേയൊക്കെ നമ്മൾ ഈ ഒരു അച്ഛനെയും അമ്മയും അവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ ഭാഗം കേട്ടപ്പോഴത്തേക്ക് ഓക്കെ, ഞാനാണെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റും. നമുക്കറിയാത്ത കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണലി അവർ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോഴത്തേക്ക് അവരെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ തോന്നും. ഞാനും സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇപ്പോൾ എവിടേക്കോ കുറച്ച് സംശയങ്ങൾ കൂടുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഒരു സംശയം ഇത്രേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഈ ഒരു കുടുംബത്തിലെ ഈ ഒരു ആ ചേട്ടനും ചേച്ചിയും അതുപോലെ തന്നെ മൂത്ത മോള് ഇളയ മോള് എല്ലാത്തിനെയും എനിക്കൊരു സംശയ കണ്ണോടുകൂടിയാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം 3 ചാനൽ വളർത്താൻ വേണ്ടി കാണിക്കുന്ന ഒരു കാട്ടായമാണോ ഇത് എന്ന് വരെയാണ് എനിക്ക് സംശയം തോന്നിപ്പോകുന്നത്. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. എന്തായാലും നമുക്ക് ഇന്നലത്തെ നന്ദുവിന്റെ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കാം. അപ്പൊ തുടങ്ങിയേക്കാം. അപ്പൊ 2 കൂട്ടുകാർക്ക് ഓക്കെ ആയി. എന്റെ വീട്ടുകാർ ഫുൾ ഹാപ്പി ആയി. ഇവര് ഫുള്ള് സപ്പോർട്ടായിട്ടാണ് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഞായറാഴ്ചയാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഇങ്ങോട്ട് വരുമ്പോ എന്നെയും കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. നല്ല രീതിയിൽ ഇവിടുത്തെ ഒരു ഫംഗ്ഷനായി നടന്നു. അതിന്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ കുറച്ച് അത് അപ്പോഴൊന്നും കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ഡയലോഗ് വന്നു. അത് പറഞ്ഞ ആളെ ആലോചിച്ച എല്ലാവർക്കും മനസ്സിലാവാൻ ഞാൻ എടുത്തു പറയുന്നില്ല. തിരിപ്പുണ്ടാക്കാൻ വേണ്ടി 2 ആൾക്കാർ അവിടെ ഉണ്ട്. അതല്ല, ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. എന്റെ അമ്മയ്ക്കും പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അമ്മ കുറെ നാളുകളായിട്ട് കണ്ടോണ്ട് അമ്മ ഭയങ്കര ഫാനായിരുന്നു. ഇവരെ ചാനലിന് ഭയങ്കര ഫാനായിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ്, കാരണം അവരാ സ്നേഹം കണ്ടിട്ടാണ് എനിക്ക് പ്രപ്പോസലായിട്ട് ചെയ്യുന്നത്. കാരണം അമ്മ എപ്പോഴും പറയും അവരെ സ്നേഹം കണ്ടാന്ന് പറയും. അവരെങ്ങനെ സ്നേഹിക്കണം, അതേപോലെ അച്ഛന് അമ്മ അങ്ങനെ പറയാം, അച്ഛന് കുഞ്ഞ് നോക്കും. അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ കൊണ്ടുപോകും. ഞാൻ ആ ഒരു വിശ്വാസത്തിന് എപ്പോഴും നിൽക്കണത്. ഓക്കെ, അപ്പോ
ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അച്ചു എന്ന് പറയുന്ന ഇരുന്ന് സംസാരിക്കുന്ന ഗുളികൻ അല്ലെങ്കിൽ മന്ത്രവാദി, കൂടോത്രക്കാരൻ എന്നൊക്കെ പറയുന്ന താങ്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തന്റെ വീട്ടുകാർ മണ്ടരാണോ? അങ്ങനെ അവരെ മണ്ടരാണെങ്കിൽ താങ്കളായിരുന്നു അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ യൂട്യൂബ് വഴി ഒരു ഫാമിലി വ്ളോഗർ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സ്നേഹം പരിപാടിയൊക്കെ കാണിക്കുന്നത് എല്ലാം ഒന്നും അതുപോലെ ആയിരിക്കത്തില്ല. അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പേർക്കൊക്കെ മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്കൾ എന്തിനാടേ അതൊക്കെ ഇവിടെ പറയുന്നത്? പൊട്ടനാണോ നീ? എൻ്റെ ആ വീട്ടിലെ സ്നേഹം അവർ അങ്ങനെയാന്നൊക്കെ കണ്ടപ്പം അവിടുന്ന് ഒരു പെൺകുട്ടി എൻ്റെ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് അവൾ എന്നെ അതേപോലെ നോക്കും. എന്താണോ അത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സിനിമ വഴി നമ്മൾ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഒരു കുടുംബത്തിലെ മറ്റേ സ്നേഹം, വഴക്ക്, കുഞ്ഞു കുഞ്ഞിന് അങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ജെനുവിനായിട്ട് അങ്ങനെ ആയിരിക്കും ഒരു കുടുംബത്തിലെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ മണ്ടത്തരം. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ള ഒരു കാര്യം അതാ. നിങ്ങൾ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ ഒരു മെന്റാലിറ്റി മാറ്റിക്കളയുക. നമ്മളെ കാണിക്കുന്ന അവരുടെ കുടുംബത്തിലെ 20% കാണുള്ളൂ. അല്ലെങ്കിൽ ഈ സ്നേഹം കൂടുതൽ, ബാക്കി 80% വഴക്ക് നമ്മളെ കാണിക്കുന്നില്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഇവർ പറയുന്നത്, ആ കുടുംബത്തിലുള്ള 2 പേർ, അതായത് അച്ഛനെ അമ്മയല്ല അവർ പറയുന്നത്, വേറെ 2 പേർ അവരാണ് മറ്റേ വലിയ പ്രശ്നക്കാര് എന്നുള്ളൊരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വേറെ ആരെയല്ല, ആ പൊന്നു എന്ന് പറയുന്ന കുട്ടിയുടെ ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ, ഒരു സുന്ദര കില്ലാടി, ഇവരെ 2 പേരെയാണ് പറയുന്നത് ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അപ്പോ ഞാൻ അച്ഛനെയും അമ്മയും സീരിയസ്ലി ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ വീഡിയോകളിൽ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവരെ 2 പേരെ എനിക്ക് അത്ര നീറ്റായിട്ട് തോന്നിയിട്ടില്ല. ഈ പൊന്നു എന്ന് പറയുന്ന കുട്ടിയാണെങ്കിലും ശരി, ആ കുട്ടിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, അവരെ സീരിയസ്ലി. കാരണം പ്രത്യേകിച്ച് നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അമ്മയും അച്ഛനും അവർ ഇൻക്ലൂഡഡ് ആയിട്ട് അവരുടെ ഒരു സൈഡിൽ നിന്ന് അവരുടെ കഥകൾ അവരുടെ ചാനൽ വഴി വിടുന്നുണ്ട്. ഇവിടെ ഈ മോള് ഇപ്പം ഇന്നലെ തുടങ്ങി ആദ്യത്തെ 2 വീഡിയോ മോളുടെ ഒരു സ്റ്റാർട്ടായിരുന്നു. നന്ദൂസ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യം, ഞങ്ങൾ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ എവിടെയൊക്കെ ആയിട്ട് പൊട്ടും പൊടി 14, 15 ഒക്കെ മിനിറ്റുള്ള വീഡിയോകൾ ഇടുമ്പോഴത്തേക്ക് കൂടുതൽ ഇവരുടെ പ്രകടനങ്ങളും അതിന്റെ ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ തോതിലൊന്ന് പറഞ്ഞു പോകത്തുണ്ടായിരുന്നുള്ളൂ. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ 3ാമത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ 4ാമത്തെ വീഡിയോ ഒക്കെ ആയപ്പോഴത്തേക്ക് അവരങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. മനസ്സിലായില്ലേ? ഒരു സ്റ്റാർട്ടിങ് ആണ് ഒരു ചാനലിന്റെ ഒരു തുടർ, ഒരു മറ്റേ റിബണൊക്കെ കട്ട് ചെയ്ത് തുടങ്ങി മെല്ലെ. ഇനിയിപ്പോ അങ്ങോട്ട് കുത്തനെ കയറ്റവാ. അത് നിങ്ങൾക്ക് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു കൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. ഇനി കുത്തനെ കയറ്റവാ. ഇനി കുടുംബത്തിലെ ഈ പ്രശ്നങ്ങൾ, ഇവരനുഭവിച്ച കഥകളൊക്കെ പറഞ്ഞ് ചാനലിനെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ഇവരുടെ പ്ലാനാണോ? ഇത് കംപ്ലീറ്റ്ലി ഉള്ളൊരു പ്ലാനാണോ എന്നുള്ളൊരു സംശയത്തിലേക്കൊക്കെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളിൽ കുറെ ആളുകൾക്ക് ചിലപ്പോൾ അത് തോന്നത്തില്ല. കാരണം അത് നിങ്ങളെ പേഴ്സണലായിട്ട് അവർ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാത്തതുകൊണ്ടായിരിക്കും. എന്ന് വെച്ചിട്ട് എന്നെ അവർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറെ പേരെ ഇവർ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോടുള്ള കാര്യം പറയാം. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. എനിക്ക് ഈ അച്ഛൻ്റെ അമ്മയുടെയും സങ്കടമൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥയൊക്കെ എൻ്റെ ഒരു ഏറ്റവും അടുത്തുള്ള യൂട്യൂബർ സുഹൃത്തൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സോറി അച്ഛാ, സോറി അമ്മ, ഞാനും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു വിഷയത്തിൽ ഇതെന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. എനിക്ക് താല്പര്യമില്ല. കാരണം ഇനിയും നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാത്തിനെയും വാരി എടുത്തിട്ട് ഉടുക്കേണ്ട വരും. വേറൊരു മൂഡ് നിങ്ങൾ കുറെ പേരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു മൂഡിൽ ഞാൻ എടുത്തു വെച്ച് താങ്ങേണ്ട വരും. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അത് എനിക്ക് താല്പര്യമില്ല ഈ ഒരു വിഷയത്തിൽ. പ്രത്യേകിച്ച് ഒരു അച്ഛനും അമ്മയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് അവരുടെ നമുക്ക് മനസ്സിലാവുന്നില്ല വാട്ട് ദേ ആർ ഡൂയിങ് എന്ന്. ബാക്കി പിന്നെ ജോലി പറഞ്ഞില്ലേ, ഒരാളോട് ചോദിച്ചു ജോലി, ഈ ജോലി ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടന്റെ താല്പര്യം ഇല്ല അവിടേക്ക് പോവാൻ. അപ്പൊ നിന്റെ ലൈഫ് സെറ്റ് ആണ് പറഞ്ഞു, ഇവിടെ നിന്നാലും സെറ്റ് ആവണമെന്ന് ഞങ്ങൾ സെറ്റ് ആയാൽ മതി, ഏട്ടന് അങ്ങോട്ട് തിരിച്ചു പോകാൻ താല്പര്യം ഇല്ല. അപ്പൊ ഞാൻ കള്ള സർട്ടിഫിക്കറ്റ് ആവും, അതാണ് അയച്ചു തരാത്തതെന്ന് ഒരു മറുപടി. അത് മറുപടി ഒരു രീതിയിൽ വന്നപ്പോഴാണ് ആളോട് തന്നെ ഞാൻ സർട്ടിഫിക്കറ്റ് അയപ്പിച്ചത്. ഇപ്പൊ ഈ ആൾക്ക് അയക്കാനായിട്ട് മുന്നേ തന്നെ ഒരു രീതിയിൽ വന്നു, കള്ള സർട്ടിഫിക്കറ്റ് ആവും, ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ജോലിക്ക് തോക്കാത്തത് എന്നുള്ളതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. പലരും പല വലിയ പഠിപ്പ് പഠിച്ചിട്ടും അല്ലെ ഹൈ ലെവലിൽ പഠിച്ചിട്ടും ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും അവരെന്നെ വിലയിരുത്തി നോക്കാം എങ്ങനെയാണെന്ന് ഫസ്റ്റ് അവരെന്താ ചെയ്തിരുന്ന ആലോചിക്കും. ഓക്കെ, അപ്പോ ഈ പറയുന്ന എന്താ, നിങ്ങൾക്ക് കുറെ പേരൊക്കെ കത്തി കാണും. സംഭവം വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാടുണ്ട്, 10-41 മിനിറ്റുള്ള വീഡിയോ. അതാ ഞാൻ പറഞ്ഞത്.
കുറച്ച് പോർഷൻസേ കാണിക്കുന്നുള്ളൂ. ഈ പയ്യന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജോലിയില്ല, ഇവന് ഈ കുട്ടിയുടെ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് വന്നതെന്നുള്ള നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് അവൻ അവിടെ പറയുന്നത്. വേറൊന്നുമല്ല, അവൻ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അവൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു, ഖത്തറിലോ സംവേർ ആയിരുന്നു. അവൻ അവിടെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവനവൻ്റെ കാർഡും ഈ ഖത്തർ കാർഡും ഒക്കെ കാര്യങ്ങളൊക്കെ അവൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ ഫാമിലി, നമ്മൾ മാത്രമല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ മാത്രമല്ല ഇതൊന്നും പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്താനുള്ളൊരു കാരണം ആ ഫാമിലിയിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടാണ്. അതായത് ആ ഫാമിലിയിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അവന് ജോലിയില്ല. അത് ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു, അവന് ജോലിയില്ല, അല്ലെങ്കിൽ അവൻ പുറത്ത് ജോലി, അവൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ചുമ്മാ നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ജീവിതം തീരും, 3G ആകും, അത് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാനും പുറത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ വന്നിട്ട് നമ്മൾ വേറൊരു ഇൻകം നമുക്കുണ്ട്, ആ ഒരു സോഴ്സ് കൊണ്ട് നമ്മൾ കണ്ടെത്തി പോകുന്നു. നമുക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? എന്നും പുറത്ത് തന്നെ കിടന്ന് മറ്റേ പട്ടിപ്പടി എടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ലൈഫ് സ്റ്റൈൽ ഇറ്റ് സംതിങ് ഡിഫറെന്റ്. അത് എക്സ്പ്ലോർ ചെയ്ത് മടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അതേപോലെ ചിലപ്പോൾ അതുപോലെ ആയിരിക്കും ആ പയ്യന്റെ, എന്താണെങ്കിലും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ അവൻ വന്നിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി പറയുന്നു അവന് ഇതില്ല, അവൻ ജോലി ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൻ വന്നത് കാണിക്കുമ്പം ഓക്കെ, അവൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അതാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി പറയണ്ട, കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പറയുന്ന വോയിസ് നമ്മുടെ കയ്യിലുണ്ട്, വോയിസ് കേൾപ്പിക്കണില്ല. അവനെ കാണിച്ചു കൊടുത്തു. അത് വോയിസ് കേൾപ്പിക്കാത്ത ഇല്ല, അയച്ചിട്ടുണ്ടാവില്ല. ഇത്രയും 1 2 3 4 5 6 7 8 ഈ 8 വോയിസ് അത് അവർക്ക് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ആർക്കും അറിയില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ വോയിസ് ഓൺ ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. പ്രശ്നം ഉണ്ടാകുമ്പോ ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഓരോ ഈ സംഭവം ഓൺ ആക്കിയാണെങ്കിൽ വ്യക്തമായി പറയുന്നുണ്ട്, നിന്റെ കല്യാണം നടത്തി തരില്ല. പലരോടെയും കാല് പിടിച്ചാല്, പലരോടും പോയി മിണ്ടിയാല് ഈ കല്യാണം നടത്തി തരൂ, അല്ലെങ്കിൽ നടത്തി തരില്ല എന്ന് വ്യക്തമായി. അത് മാത്രല്ല, ബാഡ് മീനിങ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തികെട്ട രീതിയിലുള്ള ബാഡ് മീനിങ് അതിൽ കിടക്കണേ. ഇവരൊക്കെ പറയണില്ലേ എന്താണ് വയലൻസ് പറഞ്ഞ പറയണില്ലേ? ഇതൊക്കെ വയലൻസ് അല്ല, വയലൻസിന്റെ അപ്പം വരെ ആയി പോകുന്ന വിഷയം. ഓക്കെ, അപ്പോ എനിക്ക് ഈ ഒരു നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ വെച്ചിരിക്കുന്ന ക്ലിപ്പും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. വേറൊന്നുമല്ല, ആ ലേഡി ഇന്ന് രാവിലെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അമ്മ, ആ ചേച്ചി പറയുന്നത്, ഇവർ ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകൾ അവർ പുറത്തു വിടട്ടെ, അവർ കേൾപ്പിക്കട്ടെ, നോ ഇഷ്യൂ എന്ന രീതിയിൽ അവർ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ പെൺകുട്ടിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, മോളെ, നിന്നെ 19 വർഷം വളർത്തിയ അമ്മയും അച്ഛനെക്കാട്ടിലും നിനക്ക് എന്തുകൊണ്ടും വലുത് ഇപ്പൊ ഒരു 6 മാസം കൊണ്ട് പരിചയപ്പെട്ട് കണ്ടൊരുത്തനാണല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം വീട്ടിൽ വളരെ പേഴ്സണലായിട്ട് ഈ 19 വർഷം നിന്നെ വളർത്തിയവര് നിന്നോട് പറയുന്നൊരു കാര്യം നീ അത് റെക്കോർഡ് ചെയ്ത് അവൻ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അത്ര നല്ല കാര്യമായിട്ടാണോ മോളെ? നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? ഇച്ചിരി ഉളുപ്പ് വേണ്ട ഇതൊക്കെ ഒന്ന് നാട്ടുകാരുടെ മുമ്പ് വിളമ്പുമ്പോ. നിന്നെ എല്ലാരും ഈ ഒരു വീഡിയോ, ഇന്നലെ ഇവരിട്ട വീഡിയോയിലാണ് എനിക്ക് തോന്നുന്നു ഏകദേശം മോർ ദാൻ 250 എന്തോ കമന്റ്സ് കിടപ്പുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇത്രയും കമന്റ് ബോക്സിൽ കിടക്കുന്നത്. ഇതിന് മുമ്പ് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഇവർ കളഞ്ഞതായിരിക്കാം. 28 കമന്റ് ഒക്കെ നമ്മൾ കാണുന്നുള്ളൂ 2 ലക്ഷം വ്യൂസ് ഉള്ളപ്പോൾ. പക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് എന്താണെങ്കിലും 10-250 കമന്റ് ഉണ്ട്, സപ്പോർട്ട് ആയിരിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തായാലും കുറെ പേര് സപ്പോർട്ട് ചെയ്ത് ചെല്ലും. പക്ഷെ ഞാൻ എപ്പോഴും എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, നിനക്ക് എങ്ങനെ പറ്റി? നിന്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ കൂടുതലായിട്ട് അവനെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് അത്ര ഒരു ഓക്കെ വേണ്ട എന്ന് തോന്നി അവർ നിന്നോട് പറയുന്നത് നീ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കണം. നിന്റെ സ്നേഹം, ആ ഒരു പ്രേമം, ദാഹം, ഇതൊക്കെ സമ്മതിക്കണം മോളെ. സമ്മതിച്ച് തന്നെ ഞാൻ തരും. അതൊക്കെ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല, നമ്മളെ കൊണ്ടൊന്നും അതൊന്നും പറ്റത്തില്ല. നമ്മളൊക്കെ വീട്ടുകാർ വല്ലതും പറയുകയാണെങ്കിൽ അപ്പുറം ഇരിക്കുന്ന ആൾക്ക് മറ്റേ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പെന്ന് പറയും. ഓക്കെ, അത് പറ്റില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു രീതിയിലും ഈ ഒരു പെൺകുട്ടിയോട്. ബാക്കി പിന്നെ എന്റെ മന്ത്രവാദിയാണ്, കൂടോത്രക്കാരനാണെന്നൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഒരാൾ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടാൻ ഒരു അനുവാദം ഇല്ലേ? ഒരിക്കലും ആരെയും മെൻഷൻ ചെയ്തിട്ടല്ല ആ സ്റ്റാറ്റസ് ഇട്ടത്. അതല്ല ഞാൻ ആലോചിക്കണേ, ആ സ്റ്റാറ്റസ് ഇട്ടിട്ട് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സമയത്ത് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഓൾറെഡി പ്ലാനിങ് ആണ്. നമ്മളെങ്ങനെയും അതായത് ചാടിപ്പിച്ചിട്ട്
ഇതിങ്ങനെ ഒരു സംഭവം അല്ല നടക്കുന്നത്. ഇതെന്നോട് രണ്ടുമൂന്ന് പേര് സംസാരിച്ച കേസാ. എടാ ഈ സ്റ്റാറ്റസ് ഒക്കെ ആ സംഭവം ഞങ്ങൾ ആ ഡേറ്റ് ഷാനോടൊക്കെ ചോദിക്കുന്നത് ആ സ്റ്റാറ്റസിന്റെ ഡേറ്റ് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. അവര് അപ്പളേ ഓൾറെഡി അവര് റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഒരാളുടെ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടുന്നത് വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിൽക്കൊന്നും മറ്റുള്ളവർക്ക് ഇടപെടാതെ അതല്ല, അതൊക്കെ ഇഷ്യൂസ് ആക്കി മാസം കൊണ്ടുവരാൻ മാസം എവിടെയാണ് അവര് പോണെന്ന് നമുക്കറിയാം. അല്ലെ ഈ നാട്ടുകാരെ കാണണല്ലേ ഏത് അമ്പലത്തിൽ പോണേന്ന്. ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ പോണത്. എന്നിട്ട് ഇപ്പൊ കൂടോത്രം മന്ത്രം ഗുളികൻ ഒക്കെ ചെയ്യണ ആൾ ഇതാണ്. ഇഷ്ടമുള്ള സ്റ്റാറ്റസ് ഇൻസ്റ്റയിൽ ഇടുന്നോണ്ട് തെറ്റാണോ? അതൊക്കെ ഒരു പ്രശ്നങ്ങളാക്കി എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അതൊന്നും എടുക്കണ്ട മോളെ, അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും എടുക്കണ്ട. മന്ത്രവാദവും കൂടോത്രവും ഒക്കെ പറഞ്ഞപ്പോഴും ഇവിടെ കറണ്ട് പോയി, കറണ്ട് വരുന്ന ദൈവമേ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. സോ വാട്ട് എവർ, ഈ പോർഷനിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഇപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഞങ്ങൾ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അവര് പോകുന്നുണ്ട്, അത് നിങ്ങളെല്ലാരും കാണുന്നതല്ലേ എന്നൊരു സാധനം പറയുന്നുണ്ട്. എനിക്കിനകത്തൊന്ന് മനസ്സിലായത് രണ്ടിടത്തും മറ്റേ ആഭിചാരവും മന്ത്രവാദവും പരിപാടികളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പിന്റെ തുടക്കത്തിൽ അവൻ പറയുന്നത് കേട്ടോ, ഞാനിട്ട സ്റ്റോറി സ്ക്രീൻഷോട്ട് എടുത്ത് കുറെ നാളുകൾക്ക് മുമ്പുള്ളതാ, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, അത് ജീപ്പല്ലേ, അത് മോശമല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവന്റെ കൂട്ടുകാരനും ചോദിച്ചത്, അയ്യോ അവരെന്ത് ഫാമിലിയാ, അവരതൊക്കെ എടുത്തു വെച്ചല്ലോ എന്നുള്ളൊരു കാര്യം ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് തൊട്ട് മുമ്പ് കാണിച്ച ക്ലിപ്പിൽ എന്താ ഇവര് കാണിക്കുന്നത്? ആ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവര് 19 വർഷം കൂടെ ഉണ്ടായിരുന്ന പെങ്കൊച്ചിനോട് പറയുന്ന സാധനം, ആ പെങ്കൊച്ചിന് വോയിസ് റെക്കോർഡ് എടുത്ത് 6 മാസം പരിചയമുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അത് തെറ്റല്ല. അവൻ എന്തോ ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഇവർക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് പ്രശ്നം അല്ലേ മോനെ? ഇതാരും ശ്രദ്ധിക്കത്തില്ലെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിപ്പൊക്കത്തില്ലെന്ന് വിചാരിച്ചോ? ഞാൻ കുത്തിപ്പൊക്കും, ഓക്കെ, ഞാൻ കുത്തിപ്പൊക്കും. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞത്, കംപ്ലീറ്റ്ലി എനിക്ക് ഒരാളെയും ഈ ഒരു വിഷയത്തിൽ വിശ്വസിക്കാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരാളുടെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ തോന്നും. ആ അമ്മയുടെയും അച്ഛൻ്റെയും സൈഡിൽ നിന്നല്ല ഞാൻ ആദ്യമേ സംസാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു ഭാഗം കേട്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നിയിട്ട് ഞാൻ അവർക്കൊരു സപ്പോർട്ടീവായിട്ട് നിന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇവർ ഈ വീഡിയോയിൽ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഭയങ്കര ക്ലാരിറ്റി ഒക്കെ ആയിട്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് സംശയം തോന്നി കുറച്ച് കാര്യങ്ങൾ ഇവിടെ കേൾപ്പിച്ചുള്ളൂ. നല്ല രീതിയിൽ ക്ലാരിറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇനി എൻ്റെ അഞ്ചത്തോട്ട് കയറാൻ വരണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. കുറച്ച് ക്ലാരിറ്റിയോടൊക്കെ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നേരെ അവരോടും നമുക്കൊരു സംശയമൊക്കെ തോന്നും. പ്രത്യേകിച്ച് ഈ പൊന്നു എന്ന് പറയുന്ന ചേച്ചിയോടും ചേച്ചിയുടെ ഹസ്ബൻഡിനോടും ഒക്കെ നമുക്ക് എന്താണ് ഇവരിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി അവരുടെ ഭാഗം, അവരുടെ വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സംശയങ്ങൾ തോന്നി പറഞ്ഞ ഒരാളാണ്. അപ്പൊ എനിക്ക് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും എന്റെ സംശയങ്ങൾ കുറച്ചും കൂടെ കൂടുകയാണ്. പക്ഷെ ഞാൻ ഇനി അതിനകത്തോട്ടൊന്നും ഇറങ്ങിച്ചെന്ന് വലിച്ചു കീറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്തെങ്കിലും വീണ്ടും ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രം, ഇതുപോലുള്ള ഒരു ചെറിയ ഒന്നും പൊളിച്ചടിക്കില്ല, ചെറിയൊരു സാധനം ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പൊളിച്ചെടുക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഈ ഒരു വിഷയമായിട്ട് വരും. ഇല്ലെങ്കിൽ ഞാൻ ദാ ഇവിടെ വെച്ച് ഈ പരിപാടി അങ്ങോട്ട് നിർത്തുക, ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന ഈ ഒരു ടോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.